നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 9. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ സെക്കൻഡ് വീക്കിലേക്ക് എൻ്റർ ആവുകയാണ്. പ്രധാനമായും 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനത്തെക്കുറിച്ച് വേഗത്തിൽ നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് വരാം. സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കും വീക്കിലി ബേസിസിൽ നേരിയ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റിക്ക് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വീക്കിലി ബേസിസിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ഏകദേശം തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് ലെവലിൽ തന്നെയായിട്ട് വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായപ്പോൾ ഇന്ത്യ വിക്സില് ഏകദേശം 0.5% ഉയർച്ചയാണ് വീക്കിലി ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രധാനമായും സ്വാധീനിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിൽ ബുധനാഴ്ച വരെ എണ്ണയുടെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ട്രംപ് നൽകിയ വാണിംഗ് വ്യാഴാഴ്ചയോടുകൂടി അവസാനിപ്പിക്കുവാൻ ബാക്കി നിൽക്കെ ഒമാനും ഇറാനും കൂടി ഹോർമൂസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഉരുതിരിഞ്ഞ തീരുമാനം യുഎസിന് സ്വീകാര്യമായുമില്ല. ഇതിനെ തുടർന്ന് വ്യാഴം വെള്ളി ദിനങ്ങളിൽ എണ്ണയുടെ വില കുതിച്ചുയരുകയും ചെയ്തു. കൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രെന്റ് ക്രൂഡിന്റെ വില $82.27 ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 77.08 എന്ന നിലയിലായിട്ടുമാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ഈ വീക്കെൻഡിലും വെസ്റ്റ് ഏഷ്യയില് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കുക തന്നെ ചെയ്തു. കൂടാതെ ഹോർമൂസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യുഎയുടെ ഒരു എണ്ണ ടാങ്കറിന് മുകളിൽ മിസൈൽ ആക്രമണം വന്നു. അബുദാബിയുടെ നാഷണൽ ഓയിൽ കമ്പനിയായ അഡ്നോക്കിന്റെ എണ്ണ ടാങ്കറിന് നേരെയാണ് ഈ ആക്രമണം നടക്കുകയും ചെയ്തത്. എന്നാൽ ഹോർമൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് നൽകാനുള്ള കോമ്പൻസേഷൻ നൽകുകയും യുഎസ് തങ്ങളുടെ നിലപാട് തിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ വീണ്ടും ഹോർമൂസ് റീഓപ്പൺ ആക്കുമെന്നുള്ള പ്രസ്താവനയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരെ ഇറാന്റെ ഭാഗത്ത് നിന്നും IRGCയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാഗത്ത് നിന്നും ഹോർമൂസിന്റെ റീഓപ്പണിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡീലിലേക്ക് ഉടനടി തന്നെ എത്തിച്ചേരുമെന്നും ആയതിനാൽ തന്നെ ഹോർമൂസിന്റെ റീഓപ്പണിംഗ് ഏറ്റവും അടുത്തായി സംഭവിക്കുമെന്നുള്ള പ്രസ്താവനയാണ് ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളതും. ആയതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയും ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിൽ യാതൊരു വ്യക്തതയുമില്ല. ഇരു കൂട്ടരുടെയും ഭാഗത്ത് നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ തന്നെയായിരിക്കും എണ്ണയുടെ വിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതും. ആയതിനാൽ തന്നെ എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റില് Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിട്ടെങ്കിലും അതിനൊരു വിരാമമായിട്ടില്ല. ഈ ആഴ്ചയും ടാറ്റ മോട്ടേഴ്സ്, HAL, വോഡഫോൺ ഐഡിയ തുടങ്ങി 2045ഓളം സ്റ്റോക്കുകൾ അവയുടെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് നാളെ തിങ്കളാഴ്ച മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ റിലീസിനായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മുൻപ് കണ്ട 3 സ്റ്റോക്കുകളും നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും കീനായിട്ട് തന്നെ അവയുടെ Q1 ഏർണിംഗ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല Q1 ഏർണിംഗ്സിനോടനുബന്ധിച്ചുള്ള ഒത്തിരിയേറെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും നിറഞ്ഞൊരാഴ്ചയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 90 സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയൊക്കെ എക്സ് ഡിവിഡന്റ് ആണ് ഈ തിങ്കളാഴ്ച മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ. തിങ്കളാഴ്ച ജിയോ ഫിനാൻഷ്യൽ ഉൾപ്പെടെ 9 കമ്പനികളുടെയും, ചൊവ്വാഴ്ച ഗോഡ്ഫ്രൈ ഫിലിപ്സ് തുടങ്ങി 15 സ്റ്റോക്കുകളുടെയും, ബുധനാഴ്ച KPIT ടെക്നോളജീസ് തുടങ്ങി 15 സ്റ്റോക്കുകളുടെയും, 13-ാം തീയതി വ്യാഴാഴ്ച പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങി 17 സ്റ്റോക്കുകളുടെയും, വെള്ളിയാഴ്ച ഓഗസ്റ്റ് 14-ാം തീയതി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങി 28 സ്റ്റോക്കുകളുടെയും എക്സ് ഡിവിഡന്റിന്റെ ഡേറ്റ് ആണ്. ആയതിനാൽ തന്നെ ഈ പറഞ്ഞ Q1 ഏർണിംഗ്സുകളും അതിനോടൊപ്പം കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് മാത്രമല്ല അത് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെയും ശക്തമായി തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അതായത് ജൂലൈ മാസത്തെ നോൺ ഫാം പേറോൾസിന്റെ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്രത്യക്ഷമായി തന്നെ ജൂലൈ മാസത്തിലെ യുഎസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട നോൺ ഫാം പേറോൾസിൽ ഇടിവാണ് രേഖപ്പെടുത്തിയതും. യുഎസിനെ സംബന്ധിച്ചിടത്തോളം നോൺ ഫാം പേറോൾസിൽ അപ്രത്യക്ഷമായി ഉണ്ടായ ഇടിവ് അത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രീതിയിൽ ഗുണകരമാണ്. കാരണം ജൂലൈയിൽ അപ്രത്യക്ഷമായി ഇടിവ് രേഖപ്പെടുത്തിയ നോൺ ഫാം പേറോൾസിന്റെ ഫലമായിട്ട് ഇനി സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഫെഡ് മെമ്പേഴ്സിനെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ
വർദ്ധിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം തന്നെയാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ നോൺ ഫാം പേറോൾസിലെ ഇടിവും. അതിന്റെ ഒരു പ്രതിഫലനം വെള്ളിയാഴ്ച US മാർക്കറ്റിൽ പ്രകടവുമായിരുന്നു. ഈ മാസത്തിലെ ഫസ്റ്റ് വീക്കില് 5,949 കോടി രൂപയ്ക്ക് നെറ്റ് ബൈയിങ് നടത്തിയ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും 2,911 കോടി രൂപയ്ക്ക് നെറ്റ് ബൈയിങ് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ 7,768 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബൈയിങ് ആണ് തുടരുകയും ചെയ്തത്. അതിനാൽ തന്നെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരുമിച്ച് തന്നെ തുടർച്ചയായി വരുന്ന ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി മാറുന്നതും ചെയ്യുന്നുണ്ട്. അതും ഈ വരുന്ന ആഴ്ചയിൽ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ ശക്തമായി നിലകൊള്ളുവാനോ അതല്ലെങ്കിൽ ഇനി മുന്നോട്ട് കുതിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് കരുത്ത് പകരുകയും ചെയ്യും. ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും കൂടാതെ US നിന്നും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ബുധനാഴ്ച ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ജൂലൈ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളതും ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളതും. പിന്നീട് വെള്ളിയാഴ്ച WPI ഇൻഫ്ലേഷൻ ഡേറ്റകളുടെ റിലീസും ഇന്ത്യയിൽ നിന്നും തന്നെ നടക്കാനും ഇരിക്കുന്നു. ഇതിന് പുറമെ മദർ മാർക്കറ്റായ US മാർക്കറ്റിൽ നിന്നും ഒത്തിരിയേറെ ഇവന്റുകളും ഈ ആഴ്ചയിലും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ജൂലൈ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയുടെയും ബുധനാഴ്ച ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെയും 13-ാം തീയതി വ്യാഴാഴ്ച GDP ഡേറ്റയുടെയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെയും വെള്ളിയാഴ്ച റീറ്റെയിൽ സെയിൽസിന്റെയും മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. ഇവയും ഗ്ലോബൽ മാർക്കറ്റിന്റെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ളതിനാൽ ഇവയുടെ റിസൾട്ടുകളൊക്കെ തന്നെ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടിരുന്ന 24,700, 24,750, 24,800 എന്നീ ലെവലുകളിൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ 24,800 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവലിലേക്കും പിന്നീട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നിഫ്റ്റിയുടെ ലെവലായിരുന്ന അതായത് ഫെബ്രുവരി 27-ാം തീയതിയിലെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലായിരുന്ന 25,200 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,400, 24,350 എന്ന ലെവലുകൾ അതിപ്രധാനവുമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA നിലകൊള്ളുന്നതും. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 24,400 എന്ന ഈ സൈക്കോളജിക്കൽ ലെവൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിഫെൻഡും ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഒരു തവണ പോലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്തില്ല. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റി നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതേസമയം നിഫ്റ്റിക്ക് ഈ ലെവലുകൾ അതിശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീക്ക്ലി ബേസിസിൽ ബിയേഴ്സിന്റെ ഭാഗത്ത് നിന്നും അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളാണ് പൊതുവെ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും വെച്ച് പുലർത്തുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എവർറെഡി ഇൻഡസ്ട്രീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 22.3%, റവന്യൂവില് 9% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 34.6 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 1.2 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവില് 6.6% വർധനവും രേഖപ്പെടുത്തി. നിതിൻ സ്പിന്നേഴ്സ് നെറ്റ് പ്രോഫിറ്റില് 83.7%, റവന്യൂവില് 10.3% വർധനവ് രേഖപ്പെടുത്തി. സീഗൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 15.2%, റവന്യൂവില് 15.7% വർധനവ് രേഖപ്പെടുത്തി. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ പ്രോഫിറ്റില് 22.1%, റവന്യൂവില് 24.1% വർധനവ് രേഖപ്പെടുത്തി. അക്യൂംസ് ഡ്രഗ്സ്
നെറ്റ് പ്രോഫിറ്റില് 57.5%, റവന്യൂവില് 13.9% ഉയർച്ച രേഖപ്പെടുത്തി. ആദിത്യ ബിർള ഫാഷൻ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 212 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 215 കോടി രൂപയായിട്ട് ലോസ് വർദ്ധിപ്പിച്ചപ്പോൾ റവന്യൂവില് 10.6% വർധനവും രേഖപ്പെടുത്തി. ഡൽഹി വെറി നെറ്റ് പ്രോഫിറ്റില് 64.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 27.8% വർധനവും രേഖപ്പെടുത്തി. HBL എഞ്ചിനീയറിംഗ് നെറ്റ് പ്രോഫിറ്റില് 23.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6% വർധനവും രേഖപ്പെടുത്തി. ആപ്പിൾ 3i നെറ്റ് പ്രോഫിറ്റില് 7.4%, റവന്യൂവില് 3.1% വർധനവ് രേഖപ്പെടുത്തി. ലൂമാക്സ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 41%, റവന്യൂവില് 32.6% വർധനവ് രേഖപ്പെടുത്തി. PNC ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റില് 23% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 18.6% വർധനവും രേഖപ്പെടുത്തി.